കെട്ടിടം ഇടിഞ്ഞു വീണ സ്ഥലത്ത് ഇപ്പോൾ നമ്മുടെ പ്രതിനിധി ജെയ്സൺ എത്തിയിട്ടുണ്ട്. അവിടെ 3 പേര് ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന സംശയമുണ്ട്. ജെയ്സൺ, എന്താണ് അവിടുത്തെ അവസ്ഥ? ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് എന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ 3 പേര് അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന് തന്നെയാണോ പറയുന്നത്? അരുൺകുമാർ, തീർച്ചയായും മാക്സിമം 10-15 എങ്ങനത്തെ ഉണ്ട്. ആരിൽ ഇനിയില്ല. 10-15 ആളുണ്ട് ഇവിടെ. പിന്നെ 2 പേര് ഉള്ളിലുണ്ട്, കാണാനില്ല. 6 മണിക്ക് കഴിഞ്ഞിട്ട് 6:10 എങ്ങനെ ആവും വീഡിയോ. അങ്ങനെ പോയി ആള് കുഴപ്പമില്ല. ഇതെല്ലാം വരുമ്പോൾ 3 പേരുണ്ട്. ബാക്ക് സൈഡിൽ പോയിട്ട് കോൺക്രീറ്റിന്റെ മട്ടുണ്ട്, കുറച്ച് കോൺക്രീറ്റ് ഉണ്ട്. പിന്നെ കുറച്ച് മട്ടി ആടില് വിറകുണ്ട്. പിന്നെ മേലെ മട്ടി. മേലെ 10 പേരാവും. മേലെ 12 പേര് മേലെ, 2 പേര് താഴത്ത്. 3 പേരുണ്ട്. എല്ലാവരും എവിടെ നിന്നുള്ളവരാണ്? कलकत्ता बंगाल वेस्ट बंगाल मुर्शिदाबाद माल्ला. 3 आदमी है नीचे बने. 3 आदमी नीचे है, दिखता नहीं है वो लोग सुबह से. 3 आदमी दिखता नहीं है. वो क्या है 6 बजने के बाद ही हुआ. 6-5-10 का आसपास, 6-10 का आसपास, 10 मिनट का. 6 बजे का अंदर ऐसा हुआ. नीचे आ गया पूरा. एक का नाम रूबेल, एक का नाम आलिम और एक का नाम मालूम नहीं है क्या है. राहुल 3 आदमी. ഇതില് 6 മാസം മുമ്പാണ് नहीं पहले से. मेरा भाई है, छोटा भाई रूबेल अंदर है. और मेरा साला, मेरा भतीजा. 3 आदमी है. मेरा भाई का नाम रूबेल है. हाँ, और मेरा साला, मेरा भाई का नाम रूबेल है. रूबेल और अगला आदमी का आलिम है. और മുഖമൊന്നും നമ്മളെ കാണിക്കുന്നത് ആരാണ്? मेरा घर 3 आदमी. मेरा ഇതിന് ഓണർ പേര് വിശംബരൻ. ഈ ബിൽഡിങ്ങിന്റെ ഓണർ പേര് 3 പേരെന്ന് പറഞ്ഞ. ഇതിൽ ഇങ്ങനെ ഫോണിൽ ഇറങ്ങി വരായിരുന്നു. മേലോടെ വേണു ജോലിക്ക് പോകാനായിട്ട്. ഇത് പണ്ട് ഇവരെ തറവാടാണ്. ഈ ബിൽഡിങ്ങിന്റെ ഓണറുടെ തറവാട്, അവരുടെ തറവാടാണ്. ഇവിടെ ഒരു 5-7 വർഷമായി ഇവിടെ താമസിക്കുന്നത്. 3 പേര്. नाम क्या? नाम बोलो तो. रूबेल, राहुल और आलिम. ഇത് എന്തായാലും ഒരു 10-20 വർഷം പഴക്കണം. എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതിൻ്റെ ഓണർ ഞാൻ വിശംബരനാണ്. അതിൻ്റെ ഓണർ. ആൾക്കാർ ചോദിച്ചാൽ അറിയുള്ളൂ. ഇവിടെ ഒരു 10 വർഷത്തോളമായിട്ടുണ്ട്. ഫിറ്റ്നസിൻ്റെ കാര്യം അറിയില്ല. ഇതിപ്പോൾ ഇവർക്ക് പുതിയ വീടുകളൊന്നും കൊടുക്കില്ല ആരും വാടകയ്ക്ക്. ഇങ്ങനത്തെ പഴയ വീടുകളെ കൊടുക്കുള്ളൂ താമസം കൊടുക്കാനായിട്ട്. ഈ റോഡ് സൈഡിൽ തന്നെ കൊടുക്കുള്ളൂ. അപ്പോൾ ഇത് ഈ ഏരിയയിൽ ടൗണിൽ കിട്ടിയ റൂമാണെന്ന് വെച്ചിട്ട് എടുത്താണ്. 10 വർഷമായിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല. ഇപ്പോൾ അരുൺകുമാർ, ഇപ്പോൾ 3 പേരെ ഉണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. അവർ തൊഴിലിന് പോകാൻ, ജോലിക്ക് പോകാൻ ഇറങ്ങുന്നതിനിടയിലാണ് ഈ ബിൽഡിങ്, സ്റ്റെപ്പ് ഇറങ്ങുന്നതിനിടയിലാണ് ഈ ബിൽഡിങ് ഇടിഞ്ഞ് വീണ് താഴോട്ട് വന്നത്. ആ വലിയ കോൺക്രീറ്റ്, ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ആ കോൺക്രീറ്റ് പാളികൾക്ക് അടിയിലാണ് ഇവർ ഉള്ളതെന്നാണ് ഇപ്പോൾ
വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കോൺക്രീറ്റ് പാളികൾ നീക്കി ആളുകളെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ്. 6 മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നതെന്നാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഭൂപൽ, രാഹുൽ തുടങ്ങി 3 പേർ ബംഗാൾ സ്വദേശികളാണ് ഇവർ 3 പേരും. ഇവർ കഴിഞ്ഞ കുറച്ച് കാലമായി ഇവിടെ ഏകദേശം 12 പേരാണ് ഈ ബിൽഡിങ്ങിൽ തന്നെ. ഇപ്പോൾ കെട്ടിടം തന്നെ കാണാം കുറച്ച് പഴകിയ കെട്ടിടമാണ്. മുകളിലെല്ലാം പഴയ കട്ട ഉപയോഗിച്ചാണ് ഈ ബിൽഡിംഗ് പണിതിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനാകും. അതുകൊണ്ട് തന്നെയാണ് കനത്ത മഴയിൽ പഴകിയ പശ്ചാത്തലത്തിൽ ഇത് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മളോട് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയാണ്. കാരണം ചെറിയ ഒരു സ്ഥലമാണ് ഇത്, വളരെ ചെറിയ ഒരു സ്ഥലത്താണ് ഈ ബിൽഡിംഗ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടിഞ്ഞു വീണ പശ്ചാത്തലത്തിൽ അത് മാറ്റുന്നതിന് ഉള്ള കുറച്ച് ശ്രമകരമായ ഒരു കാര്യം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വിസ്തൃതമായ ഒരു സ്ഥലമല്ല.